വീണ്ടും ഒരു വസന്തം കൂടി. രചന സംഭാഷണം രുദ്രപ്രിയ. ശിവ ചാടി എഴുന്നേറ്റു. അഴിഞ്ഞു കിടന്ന ഷർട്ടിൻ്റെ ബട്ടൺസുകളെല്ലാം നേരെയാക്കി. ദയനീയമായി നീലുവിനെ നോക്കിയപ്പോൾ അവൾ പൊട്ടി ചിരിക്കുകയാണ്. അവളിൽ നിന്നും അകന്നു മാറിയതാണ്. പക്ഷെ അവളുടെ ചിരി കണ്ടപ്പോൾ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് വന്ന് ആ ചുണ്ടുകളിൽ ചേക്കേറി ആ ഓളം നുകർന്നു. ഞാൻ താഴെ റൂമിൽ പോയി കിടക്കുകയും ഞാൻ എപ്പോൾ വന്നു എന്നെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേക്കണം, തലവേദനയായി വന്നതാണ്, അപ്പോൾ തന്നെ കിടന്നെന്ന്. പൊന്നുമോളെ, എല്ലാം നിൻ്റെ കയ്യിലാണ്. ശിവേട്ടനെ നീ നാറ്റിക്കല്ലേ എടി. പറഞ്ഞുകൊണ്ട് ശിവ റൂം തുറന്ന് ഓടി. നീലു അത് നോക്കി നിന്ന് ചിരിച്ചു. ബാത്റൂമിൽ കയറി മുഖം കഴുകി വൃത്തിയാക്കി അഴിഞ്ഞുപോയ നൈറ്റിയുടെ ബട്ടൺസുകളെല്ലാം ഇട്ട് നേരെയാക്കി ഡോറിനടുത്തേക്ക് ചെന്നു. താഴെ അപ്പച്ചിയുടെ മുറിയിൽ കിടക്കുന്ന ശിവേട്ടനെ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ് കള്ളൻ. പിറുപുറത്ത് കൊണ്ടുപോയി കതക് തുറന്നു. എന്താ മോളെ, നീ ഇത്രയും വൈകിയത് കതക് തുറക്കാൻ? പാല് കൊടുക്കുകയായിരുന്നു അമ്മേ. ചെറുതായി മയങ്ങിപ്പോയി. കിടന്നുകൊണ്ട് കുഞ്ഞിനെ പാല് കൊടുക്കരുത്, പെട്ടെന്ന് കുഞ്ഞിൻ്റെ നിറകിൽ കയറും. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ. കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചിറങ്ങി. ഇവിടെ നീയും കുഞ്ഞും ഒറ്റയ്ക്കാണെന്ന് അവർക്കറിയാമല്ലോ. അപ്പച്ചിയുടെ മുറിയിലേക്ക് ദയ എത്തി നോക്കി. ആഹാ, ശിവ എപ്പോൾ വന്നു? കുറച്ച് നേരമായി ഏട്ടത്തി. വന്നപ്പോൾ തന്നെ വല്ലാത്ത തലവേദന എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ചായയോ മറ്റോ വേണോയെന്ന് ചോദിച്ചതിന് വേണ്ട, നീ കുഞ്ഞിനടുത്ത് പോയി ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. നിഷ്കളങ്കത ആവശ്യത്തിൽ കൂടുതൽ വാരി വിതറിക്കൊണ്ട് നീലു പറഞ്ഞപ്പോൾ അമ്മയ്ക്കും ഏട്ടത്തിക്കും അതിൽ സംശയമൊന്നും തോന്നിയില്ല. അയ്യോ, അത് കഷ്ടമായിപ്പോയി. എന്തായാലും ഞാൻ വേഗം അവനൊരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാം. അമ്മ റൂമിൽ പോയി ഡ്രസ്സ് മാറി കിച്ചണിലേക്ക് പോയി. കുറച്ചു നേരം യാത്ര ചെയ്തതേ ഉള്ളൂ. എനിക്കും വല്ലാത്ത തലവേദന, ഞാനും പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ പറഞ്ഞുകൊണ്ട് ദിയ റൂമിലേക്ക് തിരിഞ്ഞു. നീലുമോൾ ഒരു കാര്യം ചെയ്തേക്ക്, ഈ നൈറ്റി അങ്ങ് അഴിച്ചു മാറ്റി കോളറുള്ള എന്തെങ്കിലും ഒരു നൈറ്റി അണിയുന്നതായിരിക്കും നല്ലത്. ചേട്ടനും അച്ഛനും വന്ന് കണ്ടു കഴിഞ്ഞാൽ കഴുത്തിലെന്താ ഉറുമ്പ് കടിച്ചതാണോ എന്ന് ചോദിക്കും. അമ്മയെ പറ്റിക്കുന്ന പോലെ അവരെ പറ്റിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ പോയി ചായ വാങ്ങി ശിവേട്ടനെ കൊണ്ട് കൊടുക്ക്. ആ തലവേദന അങ്ങ് മാറിക്കിട്ടട്ടെ. ദിയയുടെ മുഖത്ത് നോക്കി നീലു ഭംഗിയായി ഇളിച്ച് കാണിച്ച് അവിടെ തന്നെ നിന്നു. കൊച്ചു കള്ളി കണ്ടുപിടിച്ച് കളഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ മോളെ ഞാനും ഇവിടെ വരെ എത്തിയത്. പ്രസവം കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നല്ലൊരു ദിവസം നോക്കി നന്ദുവിന് വേദുകുളി ചടങ്ങങ്ങ് തുടങ്ങി. കുഴമ്പും പച്ചമരുന്നും വേദുകുളിയും തുടങ്ങിയപ്പോൾ പിന്നെ ഒരു തരത്തിലും സത്യയെ അവിടേക്ക് അടുപ്പിക്കാതായി. വെരികിനെ പോലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തൽ തന്നെയാണ്. ഒടുവിൽ ഒരു ദിവസം ക്ഷമ നശിച്ച് മുത്തശ്ശൻ്റെ റൂമിലേക്ക് ചെന്നു. ഇതെന്തൊരിടപാടാണ് മുത്തശ്ശ? കാര്യം കഴിയുന്നതുവരെ നാരായണ, കാര്യം കഴിഞ്ഞപ്പോൾ കൂരായണ എന്നോ? സത്യ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ മുത്തശ്ശൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തുവാടാ നീ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ കഴിയുന്നില്ല. ഇത്രയും ആവശ്യങ്ങൾക്ക് ഞാൻ വേണമായിരുന്നു. ഇപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തായി എന്ന് പറയുന്ന പോലെ അവൻ പറയുന്നത് കേട്ട് മുത്തശ്ശൻ വായും തോന്നിയിരുന്നു. നീ ഇത് ആരോടാ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ ചെറുക്ക? പെട്ടെന്നാണ് സത്യയ്ക്ക് അവൻ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മ വന്നത്. അതല്ല മുത്തശ്ശ ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ നിൽക്കാതെ അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. മുത്തശ്ശൻ ചിരിച്ചു. വേദുകുളി കഴിഞ്ഞു വന്ന ഉടനെ തന്നെ സുമ കൊടുത്ത കരിപ്പട്ടിക്കാപ്പിയും കുടിച്ചുകൊണ്ട് നന്ദു ബെഡിൽ നിവർന്നു കിടന്നു. സുമയുടെ കയ്യിൽ നിർദ്ദേശമാണ് 2 കാലും നീട്ടി വെച്ച് നിവർന്നു കിടക്കണമെന്നത്. കുളി കഴിയുമ്പോഴുള്ള ആ കിടപ്പ് നല്ല സുഖമാണ്. അമ്മമാർ 2 പേരും റൂമിലില്ലെന്ന് കണ്ടതും സത്യം നുഴഞ്ഞു റൂമിലേക്ക് കയറി. അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു. അപ്പോഴാണ് ലതയുടെ വരവ്. ആഹാ, കൊള്ളാമല്ലോ. അതിനിടയ്ക്ക് ഇതിനകത്തേക്ക് ഓടി കയറിയോ? ലതാമ്മേ, മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ നന്ദു ഉറക്കം. അങ്ങനെ നോക്കി നിന്നുപോയി. ആണോ? ഞാനിപ്പോൾ മോളെ ഉറക്കി കിടത്തിയതായിട്ടാണല്ലോ അപ്പുറത്തേക്ക് പോയത്. മോളുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യ പറഞ്ഞുകൊണ്ട് നൂലുപോലെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സുമ അകത്തേക്ക് വരുമ്പോൾ സത്യ പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. നൂലുകെട്ടിന് നല്ലൊരു ദിവസവും നോക്കിക്കൊണ്ട് നമുക്ക് അവിടെ പോകാം. രാഘവൻ അത് പറയുമ്പോൾ സുഭദ്ര തലയാട്ടി സമ്മതിച്ചു. ശിവൻ തന്നെയാണ് ജ്യോത്സ്യരെ കണ്ട് ഡേറ്റ് കുറിച്ചത്. രമേശനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു.
അവൻ തന്നെയാണ് മൃണാളിനിയോട് നൂലുകെട്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ തന്നെ എന്തായാലും ക്ഷണിക്കുന്നുണ്ട്. താൻ ഉറപ്പായും വരണം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ പരിചയപ്പെടാനുള്ള ഒരു നല്ല അവസരമാണിത്. എന്തായാലും എല്ലാം സെറ്റാക്കാം എന്നാണ് സാരംഗ് സത്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ എല്ലാവരെയും കയ്യിലെടുത്തേക്കണം. എല്ലാം പാവങ്ങളാണ്. അവരെ സ്നേഹിച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് എൻ്റെ നന്ദു. അവളൊരു പൊട്ടി പെണ്ണാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എൻ്റെ പെങ്ങൾ. അവൾക്ക് എന്തായാലും നിന്നെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വഴിയും ഞാൻ ഇതുവരെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ 20-ാം തീയതി രാവിലെ 9:30-നും 10-നുമുള്ള ശുഭമുഹൂർത്തമാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഡേറ്റ് തന്നെ തീരുമാനിക്കാനാ അല്ലേ? ഇവിടെ ആർക്കാ രാഘവ അതിനൊക്കെ വിഷമം? നിങ്ങൾ തീരുമാനിക്കുന്ന ഡേറ്റ് എന്നോ അന്ന് മതി. അപ്പോൾ പിന്നെ നമുക്ക് അതങ്ങനെ അങ്ങ് തീരുമാനിക്കാം. കുഞ്ഞിപ്പെണ്ണിൻ്റെ നൂലുകെട്ടാണിന്ന്. രാവിലെ തന്നെ ഈശ്വരമംഗലത്ത് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. നന്ദുമോൾ ഈശ്വരമംഗലത്തായിരുന്നത് കൊണ്ട് തന്നെ നൂലുകെട്ടും അവിടെ വെച്ച് മതിയെന്ന് തീരുമാനിച്ചു. നന്ദു വെളുത്ത് തടിച്ചിട്ടുണ്ട്. കവിളും ചുണ്ടും ചുവന്ന് തുടുത്തു. രാവിലെ പിങ്ക് ബ്ലൗസും അതിൻ്റെ സെയിം കരയിലുള്ള മുണ്ട് നേരിയതുമാണ് വേഷം. അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന സത്യയെ സാരംഗും രമേശും കൂടി ആവശ്യത്തിൽ കൂടുതൽ കളിയാക്കി. ഈ ഏർപ്പാടുകൾ പലതും മാറ്റേണ്ട സമയം കഴിഞ്ഞു. വേദകുളി, നൂലുകെട്ട്, 90 ദിവസം എല്ലാം നിർത്തേണ്ട സമയം കഴിഞ്ഞു. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെക്കനെ മുറുകി കയറ്റാൻ പാടില്ല. അവൻ്റെ അമർഷം മുഴുവനും പറഞ്ഞു തീർക്കുകയാണ് സത്യയോടും സാരംഗിനോടും. ഷോ, ഇത്രയുമൊക്കെ അളിയൻ്റെ ഉള്ളിൽ കിടന്നങ്ങ് തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. എൻ്റെ പെണ്ണിനെ ഒന്നും നേരെ ചൊവ്വെ കാണാൻ കിട്ടിയിട്ടില്ല ഇതുവരെ. ചടങ്ങുകൾ തുടങ്ങുന്നതിന് അല്പം മുന്നെയാണ് ശിവയും നീലുവും ദിയയും നിരഞ്ജനും അച്ഛനും അമ്മയും ഒക്കെ വന്നത്. രമേശൻ എല്ലാവരോടും സംസാരിച്ചിരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് നീളുന്നുണ്ട്. ആരെയോ പ്രതീക്ഷിച്ചതുപോലെ സാരംഗും സത്യയും അത് വ്യക്തമായി കാണുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ മനസ്സിലായി പ്രതീക്ഷിച്ച ആളെത്തിയെന്ന്. അപ്പോഴേക്കും കണ്ടു വാതിൽക്കൽ കടന്നു വരുന്ന മൃണാളിനിയെയും അമ്മയെയും. അപരിചിതരെ പോലെയാണ് ഇരുവരും കടന്നു വന്നതെങ്കിലും വിക്രമനെയും ഭാര്യയെയും കണ്ടപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അവരുടെ അടുത്തേക്ക് വന്നു. അങ്കിളും ആൻറ്റി എന്താ ഇവിടെ? നിങ്ങൾ റിലേറ്റീവ്സ് ആണോ? ശിവയെയും സത്യയെയും ഒന്ന് നോക്കിക്കൊണ്ട് അതേ എന്ന് തലയാട്ടി. വർഷങ്ങൾക്ക് മുമ്പ് വിക്രമനും കുടുംബവും മൃണാലിനിയുടെയും കുടുംബത്തിൻ്റെയും അടുത്തായാണ് താമസിച്ചിരുന്നത്. അവരുടെ സംസാരം നീണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നൂലുകെട്ട് ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നെ എല്ലാവരും അവിടേക്കായി. അമ്മയെയും മോളെയും നിലവിളക്കിൻ്റെ മുന്നിൽ കൊണ്ടിരുത്തി ചടങ്ങുകളെല്ലാം വളരെ വേഗത്തിൽ തീർത്തു. കുഞ്ഞിൻ്റെ പേര് വിളിക്കുന്ന ചടങ്ങെത്തിയപ്പോൾ സത്യ എല്ലാവരെയും നോക്കി വെറ്റില കയ്യിലെടുത്ത് കുഞ്ഞിൻ്റെ ചെവി പൊതിഞ്ഞു പിടിച്ചു. മറ്റേ ചെവിയിൽ പേര് വിളിച്ചു, നാരായണി സത്യപ്രതാപ്. എല്ലാവർക്കും ആ പേര് വളരെ ഇഷ്ടമായി. പഴമയെ കൂട്ടുപിടിക്കുന്ന പേര്. കുഞ്ഞു പെണ്ണിൻ്റെ വായിൽ കല്ലിൽ ഉരച്ചെടുത്ത ഉരമരുന്നുകളെല്ലാം ചേർത്ത് വെച്ചു കൊടുത്തപ്പോൾ പെണ്ണ് ഒച്ചയെടുത്ത് കരഞ്ഞു. കുഞ്ഞുപെണ്ണിനെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നതിനിടയിലാണ് കുഞ്ഞിനോടൊപ്പം തന്നെ കരയുന്ന നന്ദുവിനെയും എല്ലാവരും ശ്രദ്ധിച്ചത്. കുഞ്ഞു കരയുന്നത് കണ്ട് നന്ദു കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം നോക്കിക്കണ്ട സത്യ അങ്ങനെയും നിന്നു. എത്ര പെട്ടെന്നാണ് അവളിലെ മാറ്റങ്ങൾ! ഭാര്യയിൽ നിന്നും പെട്ടെന്ന് അമ്മയിലേക്കുള്ള സ്ഥാനക്കയറ്റം. തൻ്റെ കുഞ്ഞിൻ്റെ വേദന പോലും അവൾക്ക് വേദനയാകുന്ന കാഴ്ച. അമ്മയെയും കുഞ്ഞിനെയും റൂമിലാക്കി ഭക്ഷണം കഴിക്കാനുള്ളവരെ എല്ലാം അതുമായി മുന്നോട്ട് പോയി. കഴിച്ചു കഴിഞ്ഞവർ ഓരോ ഇടങ്ങളിലായി കൊച്ചു വർത്തമാനം പറയാനിരുന്നു. ഓഫീസ് സ്റ്റാഫിനെ അധികമൊന്നും വിളിച്ചില്ല. തികച്ചും ഫാമിലി ഫംഗ്ഷനായാണ് നടത്തിയത്. അവർക്കുള്ള ട്രീറ്റ് പിന്നീട് ഒരിക്കൽ കൊടുക്കാമെന്ന് സത്യയും സാരംഗും തീരുമാനിച്ചു. അതിനിടയിലാണ് രമേശൻ നന്ദുവിനെ കാണാനെത്തിയത്. കുഞ്ഞുറങ്ങിയപ്പോൾ നന്ദു ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദിയയും നന്ദുവും നീലുവും മൃണാലിനിയും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇടയ്ക്കിടയ്ക്ക് രമേശനും അതുവഴി ചുറ്റിപ്പറ്റി പോകുന്നത് കാണാം. അത് കണ്ടുകൊണ്ടാണ് സാരംഗ് സത്യയും കൂടി നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നത്. ഏട്ടനെ പറ്റി പറയുമ്പോൾ എൻ്റെ പെണ്ണിന് 100 നാവായിരുന്നു. ആ ഏട്ടൻ തന്നെ ഇപ്പോൾ മുട്ടയിടാൻ കോഴി കറങ്ങുന്നത് പോലെ കറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. രമേശൻ പോയ ഭാഗത്തേക്ക് നോക്കി സത്യ അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദു ദേഷ്യത്തിൽ ചുണ്ടു കൂർപ്പിച്ചു. എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. മാഡത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മൃണാളിനി തന്നെയാണ് നിൻ്റെ ചേട്ടൻ്റെ ഹൃദയം കവർന്നത്. അത് കേട്ടതും അവരുടെ കണ്ണുകൾ ഒന്നുകൂടി ഉരുണ്ടു. അവളെ നോക്കി വിശ്വാസം വരാത്ത മട്ടിൽ. ശിവനും രാഘവനും കരുണാകരൻ മേനോനും മാധവനും രവിയും വിക്രമനും എല്ലാവരും കൂടി ഇരുന്നാണ് രമേശൻ്റെ വിവാഹ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. മൃണാളിനിയെയും അമ്മയെയും വിക്രമനും കൂടി പരിചയമുള്ളതുകൊണ്ട് ആലോചന വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചു.
അടുത്ത ദിവസം തന്നെ രണ്ടുപേരും പോയി ജാതകങ്ങൾ ഒത്തുനോക്കി ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലെത്തി. സത്യയും സാരംഗും ദൂരെ മാറി നിന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ നിങ്ങളുടെ രണ്ടുപേരുടെയാണെന്ന് ഞാൻ ആരോടും പറയില്ല. പിന്നിൽ നിന്ന് നന്ദുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോഴാണ് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയത്. അവളെ നോക്കി നന്നായി ചിരിച്ച് കാണിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. അതിഥികളെല്ലാവരും പോയിക്കഴിഞ്ഞപ്പോൾ സത്യ പിന്നെയും കറങ്ങി തിരിഞ്ഞ് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു. നന്ദു അപ്പോൾ കുഞ്ഞു പെണ്ണിന് പാല് കൊടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്ത് കുഞ്ഞിനെയും അമ്മയെയും ചേർത്ത് പിടിച്ചിരുന്നു. അകത്തേക്ക് വരികയായിരുന്ന സുമ അത് കണ്ട് മാറിപ്പോയി. എത്ര നാളായി അവൻ അവൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിട്ട്. അവരുടെ ആ സന്തോഷം കളയാൻ തോന്നിയില്ല. എന്താണ് ഭാര്യയെ, വല്ലാത്ത ചിരിയാണല്ലോ. എന്ത് പറ്റി? മാധവൻ ഭാര്യയോട് ചോദിച്ചു. ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ മോൻ അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്ന് അവൻ്റെ ലോകം തന്നെ മാറിയതല്ലേ മാധവേട്ടാ? മോനെന്ന് പറയുന്ന കേട്ടു ഈ പഴയ ആചാരങ്ങളെല്ലാം മാറ്റാനുള്ള സമയമായെന്ന്. അതെന്താചാരം? വേദുകുളി 90 ദിവസം ഭർത്താവിനെ അടുപ്പിക്കില്ല, അതൊക്കെ എടുത്ത് കളയണമെന്ന്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ അവൻ ഇന്ന് മതിൽ ചാടും. നീയൊന്ന് നോക്കിക്കോ. എനിക്കത് നേരത്തെ അറിയാം. അവൻ നിങ്ങളുടെ മോനല്ലേ. നിങ്ങൾ പണ്ട് മോശമായിരുന്നോ? നിങ്ങളെപ്പോലെയല്ലേ നിങ്ങളുടെ മോനും? മാധവനെ പുച്ഛിച്ച് സുമ കടന്നുപോയി. അതിഥികൾ ഏറെക്കുറെ പോയിക്കഴിഞ്ഞ് കുഞ്ഞു നാരായണി കരച്ചിലാണ്. ഇന്നിത്തിരി കരയും മോള്. അത് കണക്കാക്കേണ്ട. ആളും ബഹളവും ഒക്കെ ആയിരുന്നില്ലേ വൈകുന്നിടം വരെ? അതിൻ്റെയാണ്. മോള് കുഞ്ഞിന് മേല് തുടച്ച് പാല് കൊടുത്തുറക്ക്. മോളും നേരത്തെ കിടന്നു, ക്ഷീണം കാണും. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പോയി. വീട്ടുകാർ മാത്രമായി. രാഘവനും ശിവനും രമേശും അമ്മയും എല്ലാം യാത്ര പറഞ്ഞിറങ്ങി. രാത്രിയിൽ നന്ദുവിന് കഴിക്കാൻ വിളിച്ചപ്പോൾ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു, വിശപ്പില്ലെന്ന്. അത് പറ്റില്ല മോളെ, കുഞ്ഞിന് പാല് കൊടുക്കുന്നതല്ലേ, അപ്പോൾ പട്ടിണി കിടക്കാൻ പറ്റില്ല. അവർ നിർബന്ധിച്ച് നന്ദുവിന് ഭക്ഷണം കഴിപ്പിച്ചു. രമേശ ഉറങ്ങിയെന്ന് കരുതി ശിവനും അനിയനും കൂടി സംസാരിക്കുവാണ്. എന്തായാലും കേട്ടിടത്തോളം നല്ല ബന്ധമാണ്, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. ആ കൊച്ചും രമേശും തമ്മിൽ ഇഷ്ടത്തിലാണ്, അവിടെ ആരൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമായി, നല്ല കുട്ടി. നന്ദുവും പറഞ്ഞ് ആലോചിക്കാമെന്ന്. എല്ലാവരുടെയും ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നമുക്കൊരു പെണ്ണുകാണൽ ചടങ്ങ് നടത്താം. എല്ലാവരും കിടന്നു. സത്യയ്ക്ക് മാത്രം ഉറക്കം വന്നില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ നന്ദുവിൻ്റെ റൂമിന് മുന്നിൽ ചെന്നു. ഡോറിൽ മുട്ടി. നന്ദുവും അമ്മയും ഒരുമിച്ചുണർന്നു. അമ്മ റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നു സത്യ. നീ എന്താ ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല. അമ്മയൊന്ന് വന്നേ. സത്യ പിന്നിലേക്ക് മാറി സുമയെ വിളിച്ചു. സുമ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും സത്യ ആ റൂമിൽ കയറി. അമ്മ അച്ഛൻ്റെ മുറിയിൽ പൊയ്ക്കോ, ഇവിടെ ഞാൻ കിടന്നോളാം. മറുപടി എന്തെങ്കിലും പറയും മുന്നേ ഡോർ വലിച്ചടച്ചു. ഇതെന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് ഓർത്ത് നിൽക്കുമ്പോൾ സത്യ നന്ദുവിനെ എടുത്തുയർത്തി ബെഡിൽ കിടത്തി. എനിക്കൊന്ന് ഉറങ്ങണം, ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അവളുടെ മടിയിൽ തലചേർത്ത് വെച്ച് കിടന്നു. അവൻ്റെ നെറുകയിൽ അവൾ പതിയെ തലോടി കൊടുത്തു. കുറേ നാളുകൾക്ക് ശേഷം അവനൊന്ന് സുഖമായി ഉറങ്ങി. രാവിലെ സത്യ എഴുന്നേൽക്കുമ്പോൾ നന്ദു എൻ്റെ കൈകളിൽ കിടന്നുറങ്ങുകയാണ്. നാണിപ്പെണ്ണ് കട്ടിലിൽ തൊട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നു. അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ ചുംബിച്ചു. എത്ര നാളായി എൻ്റെ പെണ്ണിനെ ഇതുപോലെ മതിവരുവോളം ചേർത്ത് പിടിച്ചിട്ട്. അവൾ കണ്ണ് ചിമ്മി അവനെ നോക്കി. കുഞ്ഞുണർന്ന് കരഞ്ഞതും അവളെടുത്ത് മടിയിൽ കിടത്തി കുഞ്ഞിന് മുല കൊടുത്തു. അവൻ അതെല്ലാം നോക്കിയിരുന്നു. എത്ര പെട്ടെന്നാണ് അവളിൽ ഇങ്ങനെ ഒരു ഭാവം വന്ന് നിറഞ്ഞത്. കുഞ്ഞിനെ ഉറക്കി കിടത്തി തോളിൽ തട്ടി ഗ്യാസ് കളഞ്ഞു. ശ്രദ്ധയോടെ പുതച്ചു കൊടുത്തു അവൾ. ഞാൻ ഒത്തിരി വൈകി ഏട്ടാ കിടന്നപ്പോൾ. ഞാൻ ഒത്തിരി വൈകിയാണ് കിടന്നത് ഏട്ടാ. അല്പം കൂടി കിടന്നോട്ടെ, ഉറക്കം വിട്ടിട്ടില്ല. പിന്നെന്താ, നമുക്കുറങ്ങാം. എനിക്കും മതിയായില്ല എൻ്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് കിടന്ന്. അയ്യേ, ഇപ്പോൾ തന്നെ എന്ത് മോശമാ ഇന്നലെ ഏട്ടൻ കാട്ടിയേ. ഞാൻ അമ്മയുടെയും ലതാമ്മയുടെയും മുഖത്ത് എങ്ങനെ നോക്കും? അയച്ചൂടാ, എൻ്റെ കൊച്ചു ബുദ്ധിമുട്ടി അങ്ങനെ ആരെയും നോക്കണ്ട. എടി പൊട്ടി, അവർ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഭാര്യയും മോളും. അവളെയും കൊണ്ട് മലക്കം മറിഞ്ഞു. പെണ്ണിൻ്റെ ദേഹത്തിന് മുകളിൽ സത്യ കിടന്നതും അവൾക്ക് ശ്വാസം വിലങ്ങി. വയറിൽ പൊതിഞ്ഞു പിടിച്ച് കിടന്ന് അടിവയറിൽ ശക്തിയായ വേദന. നന്ദു പൊളഞ്ഞു. നന്ദു ഡി. ഓ ഗോഡ്, അവൻ ഭയന്നു പോയി. ശരിക്കും അവളെ താങ്ങിയെടുത്ത് ചാരിയിരുത്തി. സത്യ ഭയന്നുവെന്ന് അവൾക്കും മനസ്സിലായി. ഇല്ല ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവൾ. പതിയെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങിയതും അവളിരുന്ന ഭാഗത്ത് ബ്ലഡ്. നന്ദുവും അത് കണ്ടു. പേടിക്കണ്ട. അവൾ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി വാഷ്റൂം തുറന്ന് ഹീറ്റർ ഓണാക്കി ചൂടുവെള്ളത്തിൽ കുളിച്ച് ഡ്രസ്സും മാറി. അവൾ റൂമിലേക്ക് തിരികെ വരുമ്പോഴും സത്യ അതേ ഇരിപ്പിരുന്നു. അവൾ അവനടുത്തേക്ക് വന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബ്ലീഡിങ് കാണും. നമ്മുടെ ഉള്ളിലെ വേസ്റ്റ് പോകുന്നതാണ്, അത് കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ ശരീരം ഉലഞ്ഞതുകൊണ്ടാണ്.
പോട്ടെ, കുറച്ച് ദിവസം കൂടി വേണം ഈ സ്റ്റിച്ച് നല്ല ഉണങ്ങി എല്ലാം ഒന്ന് ശരിയാവാൻ. അതിനാണ് പ്രസവ ശുശ്രൂഷയൊക്കെ കൊടുക്കുന്നത്. സത്യയ്ക്ക് വിഷമം തോന്നി. അവനൊന്നും മിണ്ടാതെ അവളെ കേട്ടു. എഴുന്നേറ്റ് റൂം തുറക്കാൻ പോയതും നന്ദി ചെന്ന് വിലങ്ങനെ നിന്നു. ഇങ്ങനെ സങ്കടപ്പെട്ട് പോവല്ലേ. അവനെ കെട്ടിപ്പിടിച്ചു. മനഃപൂർവ്വം അല്ലല്ലോ. അവനും അവളെ കെട്ടിപ്പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞു പോയി. അവളെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും വേദനിപ്പിച്ചതിന്. അവൻ്റെ കൈ പിടിച്ച് വലിച്ച് ബെഡിൽ കൊണ്ടിരുത്തി അവനെയും ചേർത്ത് പിടിച്ചു. ഇന്നിനി ഇവിടെ കിടന്നില്ലേ, അതോ റൂമിൽ പോകുമോ? ചുണ്ടും പിളർത്തി പെണ്ണ് ചോദിച്ചു. പോവണോ ഞാൻ? വേണ്ട, ഇവിടെ എൻ്റെയും മോളുടെയും കൂടെ വേണം. അച്ഛനില്ലാതെ മോൾക്ക് പറ്റില്ലെന്ന് നന്ദി നിലത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനില്ലാതെ പറ്റുമോയെന്ന് മോളോട് ചോദിക്കാം. സത്യ നന്ദുവിൻ്റെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. പറ്റില്ല, ഒട്ടും പറ്റില്ല. അവനെ കെട്ടിപ്പിടിച്ചു. കഴുത്തിൽ ചുണ്ട് ചേർത്തു. എന്നെ നീ ചീത്തയാക്കും. അവളുടെ മുഖം പിടിച്ചുയർത്തി ചുണ്ടിൽ ചുണ്ട് ചേർത്തു. പുറത്ത് ഡോറിൽ മുട്ട് കേട്ടു. നന്ദു സത്യയിൽ നിന്നും അകന്നു മാറി. ഡോർ തുറക്കുമ്പോൾ സത്യ വാഷ്റൂമിലേക്ക് പോയി. തുടരും.